ബ്രേക്ക് കാണാനില്ലല്ലോ. ചവിട്ടിപ്പറിച്ചെടുക്കരുത്, ഞാനിതൊന്നും കൊണ്ട് നടന്നോട്ടെ. മുത്തശ്ശൻ പോയി വഴിപാടിന് ചീട്ടെടുത്തിട്ടോ, ഞാൻ ഇവനെ തളച്ചിട്ട് വരാം. കാറിനെ ഞാൻ വിചാരിച്ചു ആനയാണെന്ന്. ഭഗവാനെ, എന്റെ അമ്മോ, ഒട്ടുക്കട്ട ക്യൂ. രാജാവിന് എന്ത് ക്യൂ? വഴി ഒരുക്കടാ. വന്നാലും മുൻപന്തിയിൽ ഉത്തരവ്. രാജാവാണ്. രാജാവാ? ഏത് രാജ്യത്തെ? കൊച്ചി രാജ്യത്തെ. ഞങ്ങളെ ഇവിടുത്തെ രാജാക്കന്മാരാണ്. പോയി ക്യൂവിന്റെ അവസാനം നിൽക്ക്. ഇതാണ് ജനാധിപത്യം വന്നതിന്റെ കുഴപ്പം. രാജഭരണമായിരുന്നെങ്കിൽ എന്റെ ദർശനവും 3 വെടിയും കഴിഞ്ഞ് ഇവറ്റകളെ ക്ഷേത്ര പരിസരത്ത് അടുപ്പിക്കും. ക്യൂവിൽ നിൽക്കാൻ എന്റെ പട്ടി നിൽക്കും. എന്നോട് പറയരുത്, ക്യൂ എനിക്ക് അലർജിയാണ്. തലയുറ്റി വീഴും. കഷ്ടം. മാറി നിൽക്കണ സഹോദര. നിങ്ങളോടല്ലേ പറഞ്ഞ പുറകെ പോയി നിൽക്കാൻ? സഹോദരി, ഈ കൂട്ടത്തിൽ സന്മനസ്സുള്ള ഒരു മുഖം ഞാൻ കുട്ടിയിൽ കാണുന്നു. മോളെ മുത്തച്ഛനെ ഒന്ന് സഹായിക്കണം. കുറച്ച് വഴിപാടുകളുണ്ട്. ക്യൂയിൽ നിൽക്കാൻ വയ്യാഞ്ഞിട്ടാ. ഒരു ഭാഗ്യസൂക്തം, ഒരു ശത്രു സംഹാരം, ഒരു ജലധാര, ഒരു പിൻവിളക്ക്, ഒരു മുൻവിളക്ക് മതി. നാളെ പൂരിട്ടാതി. പേരുണ്ണി വേണ്ട, സൂര്യനാരായണ വർമ്മ എന്ന് തന്നെ ആയിക്കോട്ടെ. ഒരു ശത്രു സംഹാരം, ഒരു ജലധാര, ഒരു മുൻവിളക്ക്, ഒരു പിൻവിളക്ക്, പേരുണ്ണി. അല്ല, സൂര്യനാരായണ വർമ്മ എന്ന് എഴുതിയാ മതി. ആളുടെ നാളേതാ? നാളെ പോരിട്ടാതി. ഒന്ന് വിട്ടുപോയി, ആളുടെ പേരിൽ ഒരു ഭാഗ്യസൂക്തം കൂടി. എന്താ? ഒന്നുമില്ല. വഴിമാറ. എത്ര നാളായി തുടങ്ങിയിട്ട്? എന്ത്? ഒന്നും അറിയാത്ത പോലെ പറയാണ്ട് ഞാൻ വിടില്ല മോളെ. ഞാൻ കണ്ടു. എന്ത് കണ്ടൂന്ന്? പറയട്ടെ. വഴിപാട് കഴിക്കണ ഞാൻ കണ്ടു. അതിനെന്താ? എന്നെ അത്രയ്ക്ക് ഇഷ്ടാണോ? ശരിക്കും ഇഷ്ടം എന്നുമല്ല തുടങ്ങിയത്. ആദ്യം എന്നെ കണ്ടത് എവിടെ വെച്ചാ? ഊളം പാറയിൽ വെച്ച്. എനിക്ക് എന്താ വേണ്ടേ? പട്ടാണെന്ന് തോന്നുന്നു. മര്യാദ കൊണ്ടോണ്ടിരുന്ന എന്നെ വിളിച്ച് ചോറില്ലെന്നാ. വിടില്ല ഞാൻ. നിന്നെ ഒരു കാര്യം പറയട്ടെ. എന്താ? വിടില്ല ഞാൻ. പറയണ്ട, വിടില്ല ഞാൻ. ഞാൻ ആദ്യം കണ്ടത് ഇന്നാണെങ്കിലും കണ്ടപ്പോ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഇപ്പൊ ആരുമില്ല, ആരും കാണില്ല. വേഗം പറഞ്ഞോളൂ. ഞാൻ എന്ത് പറയണെന്നാ പറയണേ? ഐ ലവ് യു എന്ന് വേഗം പറ. ഇത്രയും കാലം ഉള്ളിൽ ഒളിപ്പിച്ച സ്നേഹം പുറത്ത് കാണിക്ക് പൊന്നെ. തനിക്ക് എന്താ വേണ്ടേ? ഞാൻ ആരാന്ന് വിചാരിച്ചാ സംസാരിക്കണേ? ഇയാള് കൊറേ നേരമായിട്ട് എന്നെ. ഒന്നുമില്ല, ഞാൻ കുട്ടിയോട് സമയം ചോദിക്കരുത്. തന്റെ വാച്ചുണ്ടല്ലോ. പറഞ്ഞോലെ എന്റെ വാച്ചുണ്ടല്ല. അല്ല, എന്നെ സമയം ശരിയാണെന്ന് ഞാൻ ചോദിക്കരുത്. തന്റെ സമയം മോശമാക്കാതെ പോടൂ. ഇത് അമ്പലപ്പറമ്പാ, നാട്ടുകാരുടെ പെട്ട പൂരപ്പറമ്പാവും. പേടിപ്പിക്കൊന്നും വേണ്ട. അമ്പലത്തിൽ പ്രദക്ഷിണം വയ്ക്കല്ല, ഞാൻ തേങ്ങ ഉടയ്ക്കും. ഒന്ന് പോടൂ. പോടർക്ക. നീ ഇതെവിടെയായിരുന്നു മോനെ? നീ കുളത്തിൽ പോയിന്നും പറഞ്ഞ ഭൃത്യം നിന്നെ തപ്പാൻ പോയിരിക്ക. എന്റെ തല മുട്ടയടിക്കുന്ന വഴിപാടാണെങ്കിൽ നീ നേരണ്ട. അതല്ല മുത്തശ്ശ, ഒരു പെൺകുട്ടി ഞാൻ അറിയാതെ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ ഇന്ന് അവളെ കയ്യോടെ പിടിച്ചു മുത്തശ്ശ. എന്റെ ഊരും പേരും നാളും നക്ഷത്രം എല്ലാവർക്കും അറിയാം. എന്റെ പേരിൽ ഞാൻ അറിയാതെ അവൾ ഇന്ന് വഴിപാടുകൾ കഴിച്ചത് ഞാൻ കണ്ടു. അവൾ എന്നെ ജീവനേക്കാൾ സ്നേഹിക്കുന്നുണ്ട് മുത്തശ്ശ. നീ ഇതേത് പെൺകുട്ടിയുടെ കാര്യമായി പറയുന്നേ? ഒരു സുന്ദരി. മുത്തശ്ശ, താമരണ കുട്ടിയാ. അടടാ, ഈ കുട്ടിയോ? എങ്ങനെയുണ്ട്? കൊള്ളാം. കൗണ്ടർ നല്ല തിരക്കായതുകൊണ്ട് വഴിപാട് നടത്താൻ ഞാനാ നിന്റെ നാളും പേരും പറഞ്ഞ് ഇവളുടെ കാശ് കൊടുത്ത് ഏൽപ്പിച്ചത്. അപ്പൊ ഈ കുട്ടിക്ക് എന്നെ അറിയില്ല? ഇല്ല. കുറച്ചു നേരം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ഇഷ്ടപ്പെട്ട് ഞാൻ ആ കുട്ടി കെട്ടിപ്പിടിച്ചിരുന്നെങ്കിലും. അയ്യോ, ഇതാ വഴിപാട് നടത്തിന്റെ റെസീറ്റും ബാക്കി കാശും. ഈ വായി നോക്കിയാണ് സൂര്യനാരായണ വർമ്മ. ബാക്കിലുണ്ട്. ഇയാൾ ആരാ മുത്തശ്ശന്റെ? എന്റെ അകന്ന ഒരു ഫ്രണ്ടാ. തൽക്കാലം ബാക്കി നിർത്തിയിരിക്കെ. ഈ കോന്നിന് വേണ്ടി എന്തിനാ വഴിപാട് നടത്തി വെറുതെ ദൈവങ്ങളെ ബുദ്ധിമുട്ടിക്കണേ? ആ കാശിന് വല്ല അന്നദാനം നടത്തിയ മുത്തശ്ശന് പുണ്യം കിട്ടും. ഇവളാള് കൊള്ളാമല്ലോ. ഏതായി കുട്ടി? ഏതാന്നറിയില്ലെങ്കിലും ഇഷ്ടായി. ഒരുപാട് ഒരുപാട് ഇഷ്ടായി.